എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ സെക്രട്ടറി ടെസ്റ്റ് ആൻഡ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ഡിസംബറിൽ വരും. അപ്പോൾ നമ്മൾ 2 കോഴ്സുകൾ അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോഴ്സ് എന്ന് പറയുന്നത് സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന്റെ കോഴ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ആയിരിക്കും. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതേപോലെ തന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 800 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ്. അപ്പൊ നമ്മൾ ഒരു 500 PYQയും ചെയ്യും. അതേപോലെ തന്നെ 300 തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നെഗറ്റീവ് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞുള്ള 800ന്റെ ഇംഗ്ലീഷ് സീരീസിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് മൈ ടീച്ചേഴ്സ് ഡാഷ് നെക്സ്റ്റ് ഡോർ ടു മൈ ഓണ്ട്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, കോൺകോർഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ എങ്ങനെയാ നമ്മൾ ആൻസറിലേക്ക് എത്തുക? വൺ ഓഫ് മൈ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട്, ഓപ്പൺ ആൻഡ് സേവ് അല്ലെ. ഓപ്പൺ ആൻഡ് സേവ്, വൺ ഓഫ് ദ വന്നു കഴിയുമ്പോൾ പ്ലൂരൽ നൗൺ ആണ്, സിംഗുലർ വെർബാണ് അല്ലെ. പ്ലൂരൽ നൗൺ വന്നിട്ടുണ്ട്. ഇനി എന്ത് വരണം ഇവിടെ ആൻസർ ആയിട്ട്? സിംഗുലർ വെർബ് വരണം. അപ്പൊ സിംഗുലർ വെർബ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? നമ്മള് ക്രിയയുടെ കൂടെ ഒരു എസും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലെ. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? വൺ ഓഫ് മൈ ടീച്ചേഴ്സ് lives next door to my aunt. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത്, ഐ റിയലൈസ് ദാറ്റ് വി ഡാഷ് ബിഫോർ. fill in the blank with the appropriate form of the verb given. I realize that we dash before. ഓക്കെ, അപ്പോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹാഡ് മെറ്റ് ആണ്. അപ്പൊ ഞങ്ങൾ മുമ്പ് മീറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ആദ്യം നടന്നിട്ടുള്ള കാര്യം, ഒരു സെന്റൻസിൽ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഹാഡ് പ്ലസ് V3. ഓക്കെ, അതിനുശേഷമാണ് ഞാനത് മനസ്സിലാക്കിയത്, റിയലൈസ്ഡ്. കണ്ടോ, ഇത് V2. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഹാഡ് മെറ്റ്. കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്തത്, എഗെയിൻസ്റ്റ് ഹർ പാരന്റ്സ് വിഷസ് ഷീ വോണ്ട്സ് ടു ബി ഡാഷ് ജേർണലിസ്റ്റ്. fill in the blank with the appropriate form of the article. against her parents wishes she wants to be a journalist അല്ലെ. ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളത് അവർക്ക് തോന്നി. അപ്പൊ എ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത്, യു ലൈക്ക് ബ്രെഡ്. എന്തായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്? യു ലൈക്ക് ബ്രെഡ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തായാലും നെഗറ്റീവ് ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ലൈക്കിന് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ഡു ലൈക്ക് എന്ന് പറഞ്ഞു എഴുതും അല്ലെ. ഡു ലൈക്ക്. ഓക്കെ, നെഗറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു നോട്ടും കൂടെ ചേർത്ത് ഡോണ്ട് യു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡൂന്റെ ഒപ്പം നോട്ട് ചേർക്കുമ്പോൾ ഡോണ്ട് വരും അല്ലെ. പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? യു ആണ്. സോ ഡോണ്ട് യു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഡു നോട്ട് അപ്രൂവ് ഡാഷ് യുവർ ആക്ഷൻ. എന്തായിരിക്കും ആൻസർ വരിക? ഓക്കെ, ആൻസർ വരുന്നത് അപ്രൂവ് ഓഫ് ആണ് കേട്ടോ. അപ്രൂവ് ഓഫ് ആണ്. ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ ആക്ഷൻ. ഇനി ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് ദി വേർഡ് ഇന്റർപ്രിറ്റ് ഫ്രം ദി ഫോളോയിങ്, ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ അല്ലെ. ഇന്റർപ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നല്ലോ. ആർക്കെങ്കിലും പറയാവോ എന്താ? വളരെ ധൈര്യശാലി അല്ലെങ്കിൽ ബ്രേവ് എന്നുള്ള ആൻസർ ആണ് വരുന്നത് അല്ലെ. ഇന്റർപ്രിറ്റ്, ഇന്റർപോൾ എന്നൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു. പോലീസുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അവർ ഭയങ്കര ബ്രേവ് ആണ്, ബോൾഡ് ആണെന്നൊക്കെ ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം ടു ടേക്ക് ദ റെയിൻസ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ടു ടേക്ക് ദി റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിന്റെങ്കിലൊക്കെ കൺട്രോൾ ചെയ്യുക. ടു ടേക്ക് കൺട്രോൾ ഓഫ് സംതിങ്, അതിനെയാണ് ടു ടേക്ക് റെയിൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ വരുന്നത് ടു അസ്യൂം കമാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക, ആ ഒരു രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത നോക്കാം, RSVP is an abbreviation for Responder Sil Was Played. What does it mean? എന്താണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്? ഇപ്പൊ നമുക്ക് റെസ്പോണ്ടസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? പ്ലീസ് റിപ്ലൈ അല്ലെ. പ്ലീസ് റിപ്ലൈ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ഓപ്ഷൻ ബി, പ്ലീസ് റിപ്ലൈ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദി എക്സ്പ്രഷൻ വിച്ച് ഇസ് ഇക്വാലന്റ് ഇൻ മീനിങ് ടു ദി ടേം ലിംനോളജി. ഓക്കെ, ലിംനോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ലിംനോളജി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ലേക്സ് അല്ലെ. ലിംനോളജി എന്തിന്റെയാണ്? സ്റ്റഡി ഓഫ് ലേക്സ് ആണ് കേട്ടോ ലിംനോളജി. ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ റാദർ ദാൻ ഫാദർ. ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്താ ടേക്സ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ? റിസംബ്ലൻസ് അല്ലെങ്കിൽ റിസംബിൾ ചെയ്യുക അല്ലെ. അച്ഛനെ പോലെയോ അമ്മയെ പോലെയൊക്കെ സാദൃശ്യമുള്ള, ഇതാണ് ടേക്സ് ആഫ്റ്റർ.
ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് കെയർ ആണ്. ഓക്കെ, അപ്പൊ തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള ചെറിയ ചെറിയ സെഷൻസ് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട്, നിങ്ങൾ എത്ര പഠിച്ചിട്ടും ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ എക്സാം എന്തായാലും സെറ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.